അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ വിജയത്തെ ഏറ്റവും അധികം ഭയന്നിരുന്നത് അമേരിക്കയിലെ കുടിയേറ്റ വിഭാഗങ്ങളായിരുന്നു. താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു പ്രചാരണ വേളയിൽ ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവർത്തിച്ചിരുന്നത്. കുടിയേറ്റ വിരുദ്ധനെന്ന് അറിയപ്പെടുന്ന ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 7 ലക്ഷത്തോളം വരുന്ന അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരിൽ ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഈ നീക്കങ്ങൾ. ജനുവരി 20-ന് ട്രംപ് അധികാരമേൽക്കുന്നതിനൊപ്പം തന്നെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കാനുള്ള ആലോചനകൾ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ നിന്നും പുറത്തായേക്കുമെന്നാണ് ഉയരുന്ന ആശങ്കകൾ. യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE ആണ് ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നത്. വിവിധ രാജ്യങ്ങളിലുള്ള 45 ലക്ഷം പേരാണ് ICE തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പട്ടിക പ്രകാരം 18,000 ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം 17,940 ഇന്ത്യക്കാരാണ് നാടുകടത്തിൽ കാത്തിരിക്കുന്നത്. ഏകദേശം 7,25,000 അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള 3ാമത്തെ രാജ്യം ഇന്ത്യയാണ്. മെക്സിക്കോയും എൽ സാൽവഡോറുമാണ് 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്നും രേഖകളില്ലാതെ ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച 90,000 ഇന്ത്യക്കാരെ അമേരിക്കൻ അതിർത്തിയിൽ നിന്ന് പിടികൂടിയിരുന്നു. രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിലും അമേരിക്ക തിരിച്ചയച്ചിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1,100ഓളം ഇന്ത്യക്കാരെയാണ് അമേരിക്ക തിരികെ അയച്ചത്. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു അന്നത്തെ നടപടിയെങ്കിലും നാടുകടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന പരാതിയും അമേരിക്കയ്ക്കുണ്ട്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും യുഎസിന്റെ നാടുകടത്തൽ നടപടിയോട് സഹകരിക്കുന്നില്ലെന്നാണ് ICE പറയുന്നത്. നാടുകടത്തൽ പ്രക്രിയയോട് നിസ്സഹകരിക്കുന്ന 15 രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇന്ത്യ. ഇന്ത്യക്ക് പുറമെ ഭൂട്ടാൻ, ക്യൂബ, മ്യാൻമർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, എറിത്രിയ, ഹോങ്കോങ്, ഇറാൻ, ലാവോസ്, ചൈന, പാകിസ്ഥാൻ, റഷ്യ, സൊമാലിയ, വെനസ്വേല എന്നിവയാണ് നിസ്സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ. അമേരിക്കയുടെ ഈ കുടിയേറ്റ നയത്തോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ട്രംപിന്റെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ആലോചനയും. മാതാപിതാക്കളുടെ പൗരത്വം കണക്കാക്കാതെ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്നതാണ് ജന്മാവകാശ പൗരത്വം. ഇതിൽ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരുടെ മക്കളും രേഖകളില്ലാതെ കുടിയേറിയവരും വിനോദസഞ്ചാരികളും ഹ്രസ്വകാല വിസയിൽ കുടിയേറിയ വിദ്യാർത്ഥികളുടെ മക്കളുമെല്ലാം ഉൾപ്പെടുന്നുണ്ട്. 1868 മുതൽ അമേരിക്കയിൽ ഈ നയം നിലവിലുണ്ട്. എന്നാൽ 150 വർഷത്തിലേറെയായി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തെ വിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുടുംബങ്ങളെ തമ്മിൽ പിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ട് അവരെ ഒന്നിപ്പിക്കാനുള്ള ഏക മാർഗം അവരെ തിരിച്ചയക്കുകയാണെന്നുമാണ് ട്രംപിന്റെ വാദം. ട്രംപിന്റെ പ്രഖ്യാപനം നടപ്പായാൽ ഇത് പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് നിരവധി പേരെയാകും. ട്രംപിന്റെ ഈ നിലപാടും ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. 2022 സെൻസസ് പ്രകാരം അമേരിക്കയിൽ ജനിച്ച ഇന്ത്യക്കാരുടെ കുട്ടികളടക്കം 48 ലക്ഷം ഇന്ത്യൻ അമേരിക്കൻ പൗരന്മാർ അമേരിക്കയിലുണ്ട്. ഇതിൽ 34%, അതായത് 16 ലക്ഷം പേരാണ് അമേരിക്കയ്ക്കകത്ത് ജനിച്ചവർ. ജന്മാവകാശ പൗരത്വം പ്രകാരം ഇവരെല്ലാം അമേരിക്കൻ പൗരന്മാരുമാണ്. ഈ നിയമം ഇല്ലാതായാൽ അവരുടെ പൗരത്വം ചോദ്യചിഹ്നമാകും. പ്രാബല്യത്തിൽ വന്നില്ലെങ്കിലും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ആശങ്കയാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ട്രംപിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവ പ്രാബല്യത്തിൽ വരുമെന്നതും ഏകദേശം ഉറപ്പാണ്. തന്റെ ആദ്യ ടേമിൽ 15 ലക്ഷത്തോളം പേരെ നാടുകടത്തിയ ട്രംപ് ഇത്തവണ നാടുകടത്തലിന് വേണ്ടി അമേരിക്കൻ സൈന്യത്തെ പരമാവധി ഉപയോഗിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയിലേക്ക് കുടിയേറിയവരും അവിടെ ജനിച്ചവരുമായ ഇന്ത്യക്കാരുടെ ഭാവി എന്താകുമെന്നത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്.